ഖാല അൽ ഹസൻ റളിയല്ലാഹു അൻഹു പറയാണ്, മൻ വസ്സിയ അലൈഹി ഫി റിസ്ഖിഹി, ഒരാൾക്ക് റിസ്ഖിൽ നല്ല വിശാലത ഉണ്ട്, രാവിലെ ഉച്ചക്കും വൈകുന്നേരവും നല്ല ഭക്ഷണവും വലിയ വീടും പോർച്ചും കാറും 4-5 കാറുകളും മറ്റു എല്ലാ നിലക്കും അല്ലാഹു തആല അവനക്ക് വിശാലത ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഫലം യറ അന്നഹു യുംകറു ബിഹി, ഇതൊരു പരീക്ഷണമാണ് എന്ന് അവനക്ക് ഒരിക്കലും തിരിഞ്ഞില്ല. ആ പൊട്ടന് മനസ്സിലായില്ല ഇതൊരു പരീക്ഷണമാണെന്നുള്ളത്. എന്നാൽ ഫലാ റഇയ ലഹു, പിന്നെ ഓൻ്റെ ഒരഭിപ്രായം നമ്മൾ സ്വീകരിക്കേണ്ടെന്നാ. ആ സ്വന്തം കാര്യത്തിൽ അഭിപ്രായം സ്വന്തം കാര്യത്തിൻ്റെ പരീക്ഷണം മനസ്സിലാകാത്തവൻ്റെ മറ്റൊരു അഭിപ്രായവും നമ്മൾ സ്വീകരിക്കേണ്ടതാണ്. ഒമൻ കുത്തിറ അലൈഹി, ഇനി ഒരാൾ അയാൾക്ക് ധാരാളം ദാരിദ്ര്യമാണ്, ഇപ്പോഴും പട്ടിണിയാണ്. ഫലം യറ അന്നഹു നുളിറ ലഹു, ഇങ്ങനെ പട്ടിണി വരുമ്പോൾ ഓൻ്റെ സമീപനം എന്താണ് എന്ന് ഓനക്ക് മനസ്സിലാവണില്ല. നോക്കാൻ വേണ്ടിയിട്ടാണ് ഓനെ ഇങ്ങനെ പട്ടിണി നൽകി പരീക്ഷിക്കുന്നത് എന്ന് ഓനക്ക് മനസ്സിലായില്ല. അവനെ അല്ലാഹു പട്ടിണി നൽകി പരീക്ഷിക്കുന്നത് എന്തിനാണ്? ഈ സമയത്ത് നിൻ്റെ നിലപാടെന്താണ്, സമീപനം എന്താണ് എന്ന് പരീക്ഷിക്കാൻ വേണ്ടിയാണ്, നോക്കാൻ വേണ്ടിയാണ് എന്ന് ഓനക്ക് തിരിഞ്ഞില്ല. ഓൻ അതിൽ അള്ളാഹുവിനോട് ദേഷ്യം പിടിച്ചു. അല്ലാഹു തആല എന്നോട് മാത്രം ഹോൾസെയിലായിട്ട് എന്നെ മാത്രം പരീക്ഷിക്കുകയാണ്, എല്ലാ പട്ടിണിയും ദാരിദ്ര്യവും ഇടങ്ങേറും ബുദ്ധിമുട്ടും എനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അള്ളാഹുവിനെ കുറ്റം പറയുകയാണെങ്കിൽ ഫലാ റഇയ ലഹു, ഓനെയും കൂട്ടത്തിൽ കൂട്ടാൻ പറ്റൂല, ഓൻ്റെയും അഭിപ്രായം വാക്ക് സ്വീകരിക്കാൻ പറ്റൂല. എന്നിട്ട് ഹസൻ റളിയല്ലാഹു അൻഹു ഓതിയ ആയത്താണ് നേരത്തെ നമ്മൾ ഓതിയത്. വഖാല അല്ലാഹു തആല സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. ഖാല അല്ലാഹ്, എന്താണ് അല്ലാഹു തആല പറയുക? സനസ്തദ്രിജുഹും, അവർക്ക് നമ്മൾ ചൂണ്ടൽ ഇങ്ങനെ അയച്ചിട്ട് കൊടുക്കുന്ന, നമ്മളൊരു മീൻ പിടിക്കുമ്പോൾ ചൂണ്ടൽ അയച്ചിട്ട് കൊടുക്കുന്നത് എന്തിനാ? മീൻ ശരിക്ക് കൊത്തിക്കോട്ടെ, ആ കൊത്തൽ മുറുകാൻ വേണ്ടിയിട്ടാണ് ചൂണ്ടൽ നമ്മൾ അയച്ചിട്ട് കൊടുക്കുന്നത്. അല്ലാതെ മീനിനോടുള്ള സ്നേഹം കൊണ്ടല്ല, ആ സ്വത്ത് അല്ലെങ്കിൽ ആ ഇര നമ്മൾ മീൻ പരമാവധി തിന്നോട്ടെ എന്ന് കരുതിയിട്ട് സ്നേഹം കൊണ്ടല്ല അയച്ചിട്ട് കൊടുക്കുന്നത്, ആ മീനിൻ്റെ കൊത്ത് മുറുകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ഈ ആയത്തിൻ്റെ അർത്ഥം വിശദീകരിച്ച ലഹാഖ് റളിയല്ലാഹു അൻഹു പറയാണ്, കുല്ലമാ ജദ്ദദു മഅസിയത്തൻ, അവരിങ്ങനെ കൊത്തുന്നതിനനുസരിച്ച്, തെറ്റ് ചെയ്യുന്നതിനനുസരിച്ച് ജദ്ദദ്നാ ലഹും നിഅമത്തൻ, പിന്നെയും നമ്മൾ ഇര ഇങ്ങനെ ഇട്ട് കൊടുക്കും, നിയമത്ത് ഇങ്ങനെ ഇട്ട് കൊടുക്കും. എന്തിന്? കൊത്തിന് മുറുകി കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരൊറ്റ വലിയാണ് വലിക്കും, അതോടുകൂടി തീർന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഇത് ചൂണ്ടലാണ്, ഈ ചൂണ്ടൽ കൊത്തിപ്പോവരുത്. നമുക്ക് ആവശ്യമുള്ളത് ആഖിറത്തിലേക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ ചിലവഴിക്കണം എന്ന് മാത്രം. ഖാല ഇബ്നു അബ്ബാസ് സനംകുറു ബിഹിം വദാലിക അന്നല്ലാഹ യഫ്തഹു അലൈഹിം മിനൻ നഈമി മാ യഗ്തബിതൂന ബിഹി സുമ്മ യഖുദുഹും അലാ ഖറത്തി മിൻഹു അഗ്ഫലു മാ യകൂനൂൻ. അപ്പോൾ അല്ലാഹു തആല നമ്മളെ പരീക്ഷിക്കുമ്പോൾ നമ്മൾ അതിൽ എന്ത് ചെയ്യരുത്? ആ പരീക്ഷണത്തിൽ പരാജയപ്പെടുകയല്ല വേണ്ടത്, അതിൽ വിജയിക്കാൻ ആവശ്യമായത് ചെയ്യണം. അത് ചൂണ്ടലായിട്ട് വരുമ്പോൾ അത് നമ്മളെ പരീക്ഷിക്കുമ്പോൾ ഇബ്ലീസ് പഴപ്പിക്കും, കൊത്തിക്കോ എന്ന് പറയും. അപ്പോൾ നമ്മളതിൽ എന്ത് ചെയ്യും? കൊത്തും. അതിൽ കൊത്തുമ്പോൾ നമ്മളത് കുടുങ്ങിപ്പോകും. അപ്പോൾ പഴപ്പിച്ച ഇബ്ലീസ് നമ്മളെ കൈയൊഴുകയും ചെയ്യും. ഫബയ്യന അല്ലാഹു തആല അന്ന കസറത്തുൽ മാലി സബബുൽ ഇസ്തിദ്റാജിൽ അബ്ദി ഔ ഫിത്നതിഹി, ഒന്നുകിൽ സമ്പത്ത് കൂടുതലായി തരുന്ന എന്തിനേക്കാരം? ഈ ചൂണ്ടൽ അയച്ചിട്ട് തരുന്ന മാതിരി നമ്മൾ കൊത്താൻ വേണ്ടിയിട്ടേക്കാരം, കൊത്തണം എന്ന് പിശാച് പറയും. ഔ ഫിത്നതിഹി, അല്ലെങ്കിൽ നമ്മളെ പരീക്ഷിക്കേക്കാരം, അത് നമ്മൾ എവിടെ ചിലവാക്കുന്നു എന്നറിയാൻ വേണ്ടിയിട്ട്. ഔലി അഖ്ദിഹി ബഗ്ദത്തൻ, അല്ലെങ്കിൽ പെട്ടെന്നത് ഒരു ദിവസം ഒരൊറ്റ നിമിഷം കൊണ്ട് നശിച്ച് പോകാനുള്ളതേക്കാരം. അപ്പോൾ എങ്ങനെയാണെങ്കിലും സമ്പത്ത് ഈ 3-4 വിധത്തിലേ ഉണ്ടാവുള്ളൂ. എത്രയാണെങ്കിലും ആ സമ്പത്ത് അതിനു മുമ്പ് നമ്മൾ സമ്പാദിച്ചത് പടച്ചോൻ്റെ വഴിയിൽ നമുക്ക് ഉപകാരപ്പെടുന്ന വിധത്തിൽ ചിലവഴിച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. വലൈസ കസറത്തുൽ മാലി ഫിദ് ദുനിയ കറാമ, ദുനിയാവിൽ കുറേ സമ്പത്തുണ്ടാവുക എന്നത് ആരും കരുതണ്ട ഇത് എന്നോട് ബഹുമാനിച്ചുകൊണ്ട് പടച്ചോൻ തന്നതാണ്, അല്ലാഹു തആല എന്നെ ബഹുമാനിച്ചാണ്ട് തന്നതാണെന്ന് ഒരാളും കരുതണ്ടയില്ല. ലിയന്നഹ ദാറു റിഹിലത്തിൻ ലാ ദാറു ഇഖാമ, ഒരു ബാത്റൂമിൽ ഒരാൾ കയറി ആ ബാത്റൂമിൽ എ സി ഉണ്ട് എന്നത് എന്തല്ല, അല്ലെങ്കിൽ ആ ബാത്റൂമിൽ എന്തുണ്ട്? കൈ തുടക്കാൻ വെള്ളം ആയാൽ കൈ തുടക്കാൻ അവിടെ ഒരു മിന്തിയിലുണ്ട്. ആ മിന്തിയിൽ അല്ലെങ്കിൽ ടിഷ്യൂ പേപ്പർ ഉണ്ട്. ആ ടിഷ്യൂ പേപ്പർ നമ്മളെ ബഹുമാനിച്ച് വെക്കുന്നതല്ല,
മറിച്ച് നമ്മളെ കൈ അശുദ്ധമായിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം കൊണ്ട് കഴുകിയതിന് ശേഷം അതിൽ തുടച്ച് കൈ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ അത്ര മാത്രമേ ദുനിയാവിലെ സമ്പാദ്യങ്ങളെ നമ്മൾ കാണാൻ പാടുള്ളൂ. കാരണം അത് ആവശ്യം കഴിഞ്ഞാൽ കക്കൂസിൽ നിന്ന് പുറത്തിറങ്ങേണ്ടവരാണ് നമ്മളൊക്കെ ആദം നബി അലൈഹി സ്വലാമിന് വയറ്റിന്ന് പോകാൻ സമയത്ത് ദുനിയാവിലേക്കാണ് അല്ലാഹു തആല കക്കൂസായിട്ട് പറഞ്ഞയച്ചത്. കാരണം സ്വർഗത്തിൽ കക്കൂസിൻ്റെ സൗകര്യങ്ങളില്ല. അപ്പോൾ ടോയ്ലറ്റിൻ്റെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ വല്ലിപ്പ ആദം നബി അലൈഹി സ്വലാം വന്നതാണ് കക്കൂസായിട്ട് ദുനിയാവിലേക്ക്. ആവശ്യം കഴിഞ്ഞാൽ മടങ്ങിപ്പോയി ആദം നബി അലൈഹി സ്വലാം എന്നതുപോലെ നമ്മളൊക്കെ മടങ്ങിപ്പോവേണ്ടവരാണ്. അപ്പോൾ കക്കൂസിലാരും സമയം ചെലവഴിക്കൂലല്ലോ. വലാൽ മുഹിബ്ബിഹാ മിൻഹാ സലാമത്തുൻ. അതുകൊണ്ട് തന്നെ കക്കൂസിനെ ചുറ്റിപ്പറ്റി കൂടിയവൻക്കൊന്നും അവൻ്റെ പുറം ലോകത്തെ യഥാർത്ഥ ലോകത്തിലേക്ക് വന്നിട്ട് വരാതിരുന്നാൽ, കക്കൂസിൽ കൂടിയിരുന്നാൽ അവനക്ക് സലാമത്ത് കിട്ടൂല എന്ന് പറഞ്ഞതുപോലെയാണ് ദുനിയാവിൻ്റെ അവസ്ഥ.